നോക്കാം. തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഷഹനയുടെ ഭർത്താവ് നൌഫലിന്റെ പിതാവ് മാതാവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കണ്ടലയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അരുൺ. കഴിഞ്ഞൊരു മാസത്തോളമായി തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് വലയുകയായിരുന്നു. പ്രതികൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ. പക്ഷേ എന്നാൽ ഇപ്പോൾ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലേ? തീർച്ചയായും പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. വലിയ പ്രതിഷേധമാണ് നേരത്തെ ഈ വിഷയത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിലും അതിന് ശേഷം തിരുവല്ലത്ത് ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. 26 വയസ്സുള്ള യുവതിയാണ് ആത്മഹത്യ ചെയ്തത്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് ആത്മഹത്യ കാരണമെന്നാണ് അന്ന് തന്നെ വീട്ടുകാർ പരാതിയുമായി രംഗത്ത്. പക്ഷേ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്രയും നാൾ പോലീസിന് കഴിയുന്നില്ല. കടക്കലിൽ ഈ പ്രതികൾ അവരുടെ ഒരു ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയുന്നു. അവിടെ പോലീസ് വിവരം പറഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് പ്രതികൾ രക്ഷപ്പെടാൻ കാരണം കടക്കൽ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ ബന്ധുവായിരുന്നു. അയാൾ തിരുവല്ലം പോലീസ് അവിടേക്ക് വരുന്ന വിവരം ചോർത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പിന്നീട് പലയിടങ്ങളിലെ മധുര അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു. ഇന്നാണ് തിരുവനന്തപുരം കണ്ടലയിൽ നിന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. നൌഫൽ, ഷഹനയുടെ ഭർത്താവായിരുന്ന നൌഫൽ, ഭർത്തൃ മാതാവ്, പിതാവ്, ഈ 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തവർ. ഇത്രയും നാൾ ഒളിവിലായിരുന്നു ഭർത്താവ് നൌഫലും നൌഫലിന്റെ മാതാവ് സുനിത, നൌഫലിന്റെ പിതാവ് നജീം, ഇവരാണ് അറസ്റ്റ് ആയിട്ടുള്ളത്. നേരത്തെ ഈ ഷഹനയുടെ വീട്ടുകാർക്ക് പണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് കുറച്ചു നാളായി ഷഹനയുടെ തിരുവല്ലത്തെ വീട്ടിലാണ് കഴിയുന്നത്. ഒടുവിൽ ഈ ആത്മഹത്യ ഉണ്ടാകുന്ന ദിവസം നൌഫൽ വീട്ടിലെത്തി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നൌഫലിന്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാവുകയും ഷഹന ആത്മഹത്യ ചെയ്യാനും ഇടയാക്കിയത്. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പോലീസ് സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധവും റോഡ് ഉപരോധവും ഒക്കെ നടത്തിയിട്ടും പ്രതികളെ കസ്റ്റഡിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെ ഷഹനയുടെ മാതാവ് പറഞ്ഞിരുന്നു. ഒടുവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് പ്രതികൾ ഇപ്പോൾ കണ്ടലയിൽ നിന്ന് അറസ്റ്റാവുകയായിരുന്നു. അരുൺ, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയോ? തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വൈകാതെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം സ്റ്റേഷനിലെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. വലിയ പ്രതിഷേധം ഈ സ്റ്റേഷന് മുന്നിലും നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായി. നാട്ടുകാർ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ സംഘടിച്ച പോലീസ് വാഹനത്തിന് അടുത്തേക്ക് ഓടിയെത്തുന്നു. ഷഹനയുടെ കുടുംബാംഗങ്ങൾ, അമ്മയടക്കമുള്ളവർ, മാതാവടക്കമുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. കാരണം ഇത്തരത്തിൽ 26 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, അവളെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് അവൾ കൊല്ലപ്പെടുന്നു. അതും വീട്ടിൽ നിന്ന് മാറി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ നിന്നിട്ടും അവിടെ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയാണ് ഷഹനയുടെ പെട്ടെന്നുള്ള ഈ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതിൽ പ്രതികളെ എന്തുകൊണ്ട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലാതെ പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വലിയ അമർഷം, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് തുടക്കം മുതലുണ്ടായ ഒരു കേസ് കൂടിയാണത്. ഒടുവിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴും പ്രതികളെ കൊണ്ടുവന്നപ്പോഴും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായി. നന്ദി. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.